ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ഗമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദ ഡെവിൾ, ഫോർ ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, the star, Knight of Wands, Six of Wands, the Chariot, Knight of Swords, Six of Swords, King of Pentacles, the Hermit. ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന വേൾഡ് ആണ്. നിങ്ങളൊരു ജീവിതത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട്. ഒരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലി കിട്ടി ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം, മനസ്സിലായി. അവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തുടങ്ങുന്നതായിട്ട്, സന്തോഷകരമായ ഒരു ലൈഫ് തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? പുതിയ ജോലി കിട്ടിയിട്ട് ധാരാളമായിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഹെർമിറ്റ് മൂഡ് വന്നിട്ടുണ്ട്, ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു ഡബിൾ എനർജിയിൽ നിന്നും ആയിരിക്കണം ഹെർമിറ്റ് മൂഡ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ എന്താണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. സമൃദ്ധി നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിനിടയിലേക്ക് മറ്റാരോ വന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരു വേർപിരിയൽ സംഭവിച്ചിട്ടുണ്ടാവാം. അതുവഴിയാവാം നിങ്ങളുടെ ഒറ്റയ്ക്കിരിക്കേണ്ട അവസ്ഥ വരുന്നത്. മറ്റുള്ള സന്തോഷങ്ങളെല്ലാം വെടിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കുറേ ദുഃഖം അനുഭവിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി, അനാവശ്യകരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ആവശ്യമില്ലാത്ത ബന്ധത്തിന് പോയി കഴിഞ്ഞാൽ, അപരിചിതരോട് കൂടുതലായിട്ട് സഹകരിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെയും ചിലപ്പോഴൊക്കെ മനസ്സ് വിഷമിക്കേണ്ട അവസ്ഥ വരും. മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ കുറേ കാലം തങ്ങി നിന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയൂ എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കാലം നിങ്ങൾ തങ്ങി നിൽക്കില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ സിക്സ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ചാരിയറ്റ് എനർജി വന്നിട്ടുണ്ട്, ഇവിടെ ഫോർ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ ഒരുപാട് കാലം തങ്ങി നിൽക്കില്ല. തൽക്കാലം വന്നത് വന്നു, ഇനിയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന മെസ്സേജ്. അപ്പോൾ ഇവിടെ സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ ചിലർക്കൊക്കെ ജഗ്ലിംഗ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാതിരിക്കില്ല. കാരണം ഇവിടെ ഫോർ ഓഫ് വാൻഡ്സ്, ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ
സിക്സ് ഓഫ് വാൻസ് ഇവിടെ. കാരണം ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത്, വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് നല്ല ഒരു വിജയം ലഭിക്കാൻ പോകുന്നുണ്ട്. ഈ കരിയറിനെ നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം സ്പീഡിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെയും വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇത് ചാരിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഏതൊരു ശക്തിയെയും കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള സക്സസ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കുക, അതിനുവേണ്ടി ലൈസൻസ് എടുക്കുക, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സക്സസ് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ സാധിക്കും. ഇതുവരെ കരിയർ ലൈഫിൽ ഇതുവരെയും ഒരു അംഗീകാരമൊന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ആവശ്യമുള്ള സ്ഥലത്തേക്ക്, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു സ്ഥലം മാറ്റം ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഒരു ദുഃഖകരമായ അവസ്ഥ നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിക്സ് ഓഫ് വാൻസ് ആണ്, വിജയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിജയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി, പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ എല്ലാ എനർജീസും ഇവിടെ ഉണ്ട്. ചാരിയറ്റിൽ എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ, ആഗ്രഹിക്കുന്ന പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹത്തിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതും സാധ്യമാകുന്ന എനർജിയാണ്. പ്രഗ്നൻസി സ്റ്റേജ് ആവുക, അല്ലെങ്കിൽ കുട്ടികളുടെ പാലുകാച്ച്, കുട്ടികളുടെ പേരിടിയിൽ കുട്ടികളുടെ പാലുകാച്ചൽ അല്ലല്ലോ, വീടിൻ്റെ പാലുകാച്ചൽ, കുട്ടികളുടെ പേരിടിയിൽ ചടങ്ങ് ഒക്കെയും ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രമാത്രം സന്തോഷകരമായ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. 1111 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങളിലേക്ക് സന്തോഷകരമായ അവസ്ഥകൾ വരുന്നുണ്ട്, സാഹചര്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങളൊരു ടിൻ ടൈം സോൾമേറ്റ് കണക്ഷനിലേക്ക്, ഒരു ജേർണിയിലേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാണാതിരുന്ന സോൾമേറ്റിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധ്യമാകുന്നതാണ്. അവിടെ ഏറ്റവും നല്ല ഒരു സക്സസ് ആണ്. കണ്ടില്ലേ? ഇവിടെ ഈ ഒരു മഞ്ഞ കളർ തന്നെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകാനുള്ളതാണ്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട് ഇവിടെ. സ്റ്റെബിലിറ്റി, ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരികയാണ്. അതുപോലെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. വീട്, വാഹനം, വിവാഹം ഇതെല്ലാം ഇവിടെ നടക്കുന്നതാണ്. കാരണം ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിക്ക് എന്തൊക്കെ ഉതകുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് എത്രയും പെട്ടെന്ന്, കണ്ടില്ലേ, ചില മെസ്സേജസ് വരുന്നുണ്ട്, ചില കാളൊക്കെ വരുന്നുണ്ട്. അത്രയും സ്പീഡിലാണ് ഇതിൻ്റെ വരവ്. കണ്ടില്ലേ? ഈ ഒരു ഹോഴ്സിൻ്റെ വരവ് കണ്ടില്ലേ? ഒരു നൈറ്റാണിത്. കണ്ടോ? ഒരു പടയാളി ഒരു കുതിരപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ ഓടുകയാണ്, കയ്യിലൊരു സോഡ് കൊണ്ട്. കണ്ടില്ലേ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്നാണ് പായുന്നത്, അല്ലേ? നമ്മുടെ ചിന്തകൾ, തോട്ട്സ് എത്ര സ്പീഡിലാണ് പായുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കിവിടെ ആഗ്രഹിക്കുന്ന ആ വ്യക്തി വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, കാൾ വരുന്നുണ്ട്. അത് അർഹത ഉള്ളവർക്ക്, അത് നോക്കിയിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ കടന്നു പോകും. ഏതൊരു വിഷമകരമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ അലട്ടുന്നുണ്ടോ അത് നിങ്ങൾ കടന്നു പോകും. പഴയ വീട്ടിൽ നിന്ന് നിങ്ങൾ താമസം മാറുന്ന എനർജിയാണ്. കണ്ടോ? ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് മുന്നോട്ട് ലൈഫിൽ ഒരു നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള എനർജി ഇവിടെ ഉണ്ട്. അതല്ല എങ്കിൽ കുടുംബസഹിതം നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. കാരണം ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന വിഷമകരമായ സാഹചര്യം അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അത് ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിലാവാം. മനസ്സിലായില്ലേ? ചില ജോലിക്കാര്യങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചില വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവുമായിട്ടോ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാവാം ഇതുവരെയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. കണ്ടില്ലേ? സമൃദ്ധമായ ലൈഫ്, സാമ്പത്തികം നല്ലതുപോലെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. വീട്ടിലിരുന്നാൽ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്ന എനർജിയാണ്. ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്, ചിലപ്പോൾ ടീച്ചറാവാം, നിങ്ങൾ നല്ലൊരു ഹീലറാവാം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാവാം, നിങ്ങൾ ഹീൽ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർ.
അതുപോലെ ഏതെങ്കിലുമൊക്കെ നല്ല ജോലിയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവഴി നല്ല ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ട് അത് നേടാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായില്ല? സാമ്പത്തികം നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളിവിടെ ജോലി ചെയ്യുന്നുണ്ടാവാം. ജോലി കിട്ടാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ദ സ്റ്റാർ വന്നിട്ടുണ്ട്, എൻ്റെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ് പലരും. പല പ്രശ്നങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നവർ ജോലിക്ക് വേണ്ടി ആയാലും റിലേഷൻഷിപ്പിൻ്റെ അകൽച്ചയിൽ വേണ്ടി അവിടെ പറ്റിയിരിക്കുന്ന പാളിച്ചകളെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് വരാനും അതിനെ സോൾവ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആഗ്രഹത്തിലൂടെ സാധ്യമാക്കാൻ വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വളരെയധികം സ്പീഡിലാണ്. ആ ഒരു സ്പീഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം തരുന്നതാണ്, ഹാപ്പിനെസ്സിനെ തരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുന്ന വ്യക്തികളുടെ വരവുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് എന്നാണ് ഇവിടെയും പറയാൻ പറ്റുന്നത്. സ്റ്റാറിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്, ഒരു താരമാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള കഴിവാണ് ഇവിടെ കാണുന്നത്. അതുവഴി ഹെൽത്ത്, വെൽത്ത് ഒക്കെയും ഇമ്പ്രൂവ് ആകുന്ന ഒരവസ്ഥ. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് 7 ചക്രാസും ആക്റ്റീവ് ആകുന്ന അവസ്ഥ, അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. നല്ല ഉയർച്ചയിലേക്ക് വരാൻ കരയിലൂടെ, വെള്ളത്തിലൂടെ, എങ്ങനെ വേണോ, ഏതൊരു സാഹചര്യത്തിലൂടെ വേണോ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായാലും നെഗറ്റീവായാലും സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അത്രമാത്രം നല്ല ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികപരമായി ഒരുപാട് ബാധ്യതകളെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ല, സാമ്പത്തികം നിങ്ങളിലേക്ക് ധാരാളം വരുന്നുണ്ട്. ഇതുവരെയുള്ള ബാധ്യതകളെല്ലാം അകറ്റിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് ബാധ്യതകൾ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ധാരാളം സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ട്. സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചിലപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ പോകുന്ന ആൾക്കാരുടെ എനർജി ആവാം. ഉൾവെളിച്ചത്തിലൂടെ, ഉള്ളിലെ വെളിച്ചത്തിലൂടെ, മനസ്സിലായി, ഉൾവിളികൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻ വിട്ടിട്ട് പോവുകയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക, മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും അകന്നിട്ട് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് എടുക്കാം. കൺട്രോൾ, ട്രാൻസ്ഫർമേഷൻ, അവെയർനെസ്, കംപ്ലീഷൻ, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. ഇപ്പോഴും പലരും പാസ്റ്റ് ലൈഫിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പാസ്റ്റ് ലൈഫിൽ കുടുങ്ങിക്കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പാസ്റ്റ് ലൈഫിൽ എന്താണ്, ഒരുപാട് ട്രോമാസ്, അതുപോലെ പെയിൻസ് ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു വേദനകളെ, ആ ഒരു സാഹചര്യത്തെ ഒക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരണം. അവിടെ തന്നെ തങ്ങി നിൽക്കാൻ പാടില്ല. ആ ഒരു വേദനയിൽ സ്റ്റക്ക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിനെ നിങ്ങൾ ഹീൽ ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? ഇതിന് ഏറ്റവും നല്ല വഴി മെഡിറ്റേഷനാണ്. ഇവിടെ കണ്ടില്ലേ, മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരാളായിട്ട് വരികയാണ്. ഇവിടെ അവെയർനെസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരാളായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കംപ്ലീഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലാണോ കംപ്ലീഷൻ വേണ്ടത് അത് നിങ്ങളിലേക്ക് വരും. കാരണം ഇവിടെ അവെയർനെസ് വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ് നിങ്ങൾക്കൊരു അധികാര പദവി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. ഹെൽത്തിലായാലും വെൽത്തിലായാലും ഒക്കെ നല്ല മാറ്റം വരികയാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും
നിങ്ങൾക്ക് മാറ്റം വന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യം വരികയാണ് ഇവിടെയോ അവയർനെസ് വരികയാണ്, പുതിയ ഒരാളായിട്ട് വരികയാണ്. ഇതുവരെയുള്ള നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ബോധമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും സ്പിരിച്വൽ വേയിലൂടെ വരാൻ കഴിയുന്നുണ്ട്. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നല്ലൊരവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നുണ്ട്. പഴയ കാര്യങ്ങളെ അപേക്ഷിച്ച് പഴയ കാലത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഇപ്പോൾ തന്നെയും വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധികാര പദവിയിലേക്കുള്ള മാറ്റമാണ്. പലർക്കും ചിലപ്പോൾ ചില പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരാളാവാൻ, നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട്, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തും നല്ലൊരു അവസ്ഥയിലേക്ക് പോസിറ്റീവായ എനർജി നിറച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരവസ്ഥ. ജീവിതത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലീഷൻ വരുത്താനുള്ള കഴിവ്, അതുപോലെ പുതിയ ഒരാളായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. കണ്ടില്ലേ? അവയർനെസ്സാണ്, തിരിച്ചറിവ് വരുന്നുണ്ട്. തിരിച്ചറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ കാര്യങ്ങളിലേക്കുള്ള നീക്കമാണ്. അത് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റം തരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം, അല്ലേ? അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാവരും ആസ്വദിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ ഭാഗ്യം വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ. ഒത്തിരി ഒന്ന് സ്മൂത്തായിട്ട് നമുക്ക് ശരിക്കും ഒന്ന് ഷഫിൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കൈ നമുക്ക് തെന്നി പോവുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം. നെക്സ്റ്റ്, ആൻ ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് ടു യു. കണ്ട, ലവിങ് ഫാമിലി ഒന്നിച്ചുകൂടി സ്നേഹം പങ്കിട്ട് കഴിയാൻ ആണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആർച്ചുവയാണ്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ഓപ്പണിങ് അപ്പ്. നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. പുതിയ ജന്മമാണ്, പുതിയ ലൈഫാണ് നിങ്ങളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പോസിബിലിറ്റീസ്, സാധ്യതകൾ വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്, സാധ്യതകൾ വരുന്നുണ്ട്. പിന്നെയോ പുതിയ വഴികൾ ഓപ്പൺ ആവുന്നുണ്ട്. എന്തിനു വേണ്ടി? മണി ഏൺ ചെയ്യാൻ വേണ്ടി, പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ആ ഒരു ഓപ്പണിങ്. മനസ്സിലായോ? അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പുതിയ വഴികൾ. ഷാർപ്പാണ്. ടേക്ക് കെയർ ഓഫ് ദെയർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്ത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് മെറ്റീരിയലായിട്ടുള്ള മെറ്റീരിയൽ വെൽത്ത്, ഭൗതികപരമായ ചില ധനം ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ചിലപ്പോൾ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഫയറാണ്. സ്ട്രോങ് ഇമോഷൻ, പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ്. ഉണ്ടോ? ഇപ്പോൾ വെറുപ്പിലായാലും സ്നേഹത്തിലായാലും ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഡെസ്ക്, പേ അറ്റൻഷൻ ടു യുവർ വർക്ക്. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളിന്ന് ചെയ്യുന്ന ജോലി എന്തായാലും അതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഫിയർ, വറീസ്, ടെൻസ് സിറ്റുവേഷൻ. ചിലർക്കൊക്കെ ഇന്ന് ടെൻഷൻ അടിച്ച് കഴിയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം. കണ്ടില്ലേ? ഇവിടെ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ സന്തോഷമായില്ലേ? എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവുണ്ടാകും. ഇവിടെ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ധനത്തെ ഒന്ന് സൂക്ഷിക്കേണ്ട അത്യാവശ്യമുണ്ട് ഇന്നത്തെ ദിവസം. അതുപോലെ ഫാമിലി ഒത്ത് സന്തോഷിക്കേണ്ട ദിവസമാണ്. കുട്ടികൾ ഒന്നടങ്കം, അച്ഛനമ്മ, മക്കൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് സന്തോഷം അനുഭവിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ നോക്കുക കഴിയുന്നതും. പിന്നെ നിങ്ങളുടെ വർക്കിൽ ശ്രദ്ധിക്കുക എന്ന് ഇന്നത്തെ ദിവസം ചില ആൾക്കാർ ആർക്കെങ്കിലുമൊക്കെ അത് നിങ്ങൾ തന്നെ മറികടന്ന് പോകണം എന്നും പറയുന്നുണ്ട്. മറികടന്ന് പോകാനുള്ള എല്ലാവിധത്തിലുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ പുതിയ ചാനലിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ കേട്ടോ. അപ്പോൾ
അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.